ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. ഇറ്റ്സ് മീ സെലിൻ വാടകൻ. എടാ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഷേപ്പുകളുണ്ട്. എല്ലാ ഷേപ്പും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. എന്നാൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, A+ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. സോ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ, സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ക്ലാസ്സുകളെ കുറിച്ചും. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഡൗട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. യെസ്, അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. 10ാം ക്ലാസ്സിൽ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുക എന്നുള്ളതാണ്. സോ അതിൽ മാത്തമാറ്റിക്സിൽ A+ വാങ്ങാൻ വടക്കൻ സാറ് നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ സാറിന്റെ കൂടെ തന്നെ നിൽക്കുക. വി ആർ മൂവിങ്. ഒന്നാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ലെങ്ത്തും ഉണ്ടാവും, ബ്രെഡ്ത്തും ഉണ്ടാവും. വീണ്ടും മുകളിലുള്ളതും ലെങ്ത് തന്നെയാണ്. മുകളിൽ ലെങ്ത് ഉണ്ട്, ഇവിടെ ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പൊ 2 ലെങ്ത് ഉണ്ട്, 2 ബ്രെഡ്ത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഉണ്ടല്ലോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? വേഗം പറഞ്ഞ്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B ആണ്. സംഭവം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എല്ലാ സൈഡും കൂടി കൂട്ടാനാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഇക്വേഷൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് മറക്കാൻ പാടില്ല. കാരണം നമുക്ക് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിലൊക്കെ ഇത് ആവശ്യമുണ്ട്. സോ 5ാമത്തെ ചാപ്റ്ററിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യം വരാറുണ്ട്. സോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × L + B ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞു, നീ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L × B, ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. സെറ്റാണോ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഷേപ്പ്. അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ആണ്. സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് A എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. A എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4A ആണ്. എല്ലാ സൈഡും കൂടി കൂട്ടുമ്പോൾ ഒരു A, 2A, 3A, 4A ഉണ്ട്. ഈ 4A കൂടി കൂട്ടുമ്പോൾ 4A. കൊള്ളാലോ. അടുത്തത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ മക്കളെ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്. ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത് A ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ A² എന്ന് എഴുതി വെക്കാം. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഷേപ്പ്, ദാറ്റ് ഈസ് ട്രയാങ്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, 2ാമത്തെ പാഠത്തിലും അതുപോലെ തന്നെ ടാൻജൻസ് എന്ന് പറയുന്ന പാഠത്തിലും സർക്കിൾസിലും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. ഒരു സൈഡ് A എന്നും മറ്റേ സൈഡ് B എന്നും ഒരു സൈഡിനെ C എന്നും സാർ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A + B + C. എയും ബിയും സിയും കൂടി കൂട്ടിയാൽ പോരെ? മതി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞതേ, ഇവിടെ ഈ മുകളിൽ ഈ ട്രയാങ്കിളിന്റെ മുകളറ്റത്ത് നിന്നും താഴോട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ സ്ട്രെയിറ്റ് ലൈന് നമ്മുടെ താഴത്തെ ബേസുമായിട്ട്, താഴത്തുള്ള ഈ ഒരു സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. ഈ ബേസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് ഹൈറ്റ്. എന്ത്? ഹൈറ്റ് എന്ന് പറയും, ഉയരം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞു തന്നെ, ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ½ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ പാദമെന്നും H എന്ന് പറഞ്ഞാൽ ഉയരമെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. യെസ്, മൂവിങ് ടു ദ പാരലലോഗ്രാം. പാരലോഗ്രാമിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് പെരിമീറ്റർ അല്ല, പാരലലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഏരിയയാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, അടിയിലുള്ള ഈ സൈഡിനെ നമ്മൾ ബേസ് എന്ന് പറയും. എന്തെന്ന് പറയും? ബേസ് എന്ന് പറയും. ഇനി മുകൾ ഭാഗത്ത് നിന്നും, മുകളിലെ ഈ ഒരു പോയിന്റിൽ നിന്നും താഴോട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട്, സാറ് വരച്ചോണം, വളച്ചും കണ്ടല്ല വരയ്ക്കേണ്ടത്, പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിന് പറയുന്ന പേരാണ് ഹൈറ്റ്, H. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ½ എന്ന് പഠിച്ചപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ടാവില്ല. പാരലലോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഇവിടുത്തെ പെരിമീറ്റർ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല. മൂവിങ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് സർക്കിൾ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സർക്കിൾ എന്ന് പറയുന്നത്. കാരണം 2ാമത്തെ ചാപ്റ്ററിൽ, 10ാമത്തെ ചാപ്റ്ററിൽ, അതുപോലെ തന്നെ 8ാമത്തെ ചാപ്റ്ററിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട്. സോ സർക്കിളിനൊരു സെന്റർ ഉണ്ടാവും. സർക്കിളിന് ആരുണ്ടാവും? ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിൽ നിന്നും ഞാൻ സർക്കിളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു.
അതിന് പറയുന്ന പേരാണ്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് റേഡിയസ് എന്ന് പറയും. എന്തെന്ന് പറയും? റേഡിയസ് എന്ന് പറയും. എന്താ പറയാ? റേഡിയസ്, ആരം എന്ന് പറയും. മലയാളം മീഡിയക്കാർ ആരം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ അതിന് റേഡിയസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നെ. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. എന്ത് പൈ ആർ? 2πr. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു തന്നെ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. എന്താ സ്ക്വയർ ആണ്? πr സ്ക്വയർ ആണ്. അങ്ങനെ നമുക്ക് പെരിമീറ്ററും കിട്ടി, ഏരിയയും കിട്ടി. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് അല്ല, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ ലക്ഷ്യം A+ ആണെങ്കിൽ എവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്ലാസ്സുകളുമായിരിക്കും നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇറ്റ്സ് മീ സെലിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.